ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4 5ാമത്തെ എപ്പിസോഡാണ്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കം തന്നെ കാണിക്കുന്നത് മിക്സൂരിയുടെ ട്രെയിനിങ്ങിന് വേണ്ടി വന്ന നമ്മുടെ ടാൻജറോനെയാണ്. ടാൻജറോ വന്നുടനെ തന്നെ നമ്മുടെ മിക്സൂരി ഹണിയും കേക്കും തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടാൻജറോനെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. മിക്സൂരി അവന് ഹണിയും അതുപോലെ തന്നെ പാൻ കേക്കും കൊടുക്കുകയാണ്. ഇതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ടാൻജറോയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ മിക്സൂരി ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് കൊടുക്കുകയാണ്, അതും പിങ്ക് കളറിൽ. അവിടെയുള്ള ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സ് എല്ലാം ഈ ഡ്രസ്സ് ഇട്ടിട്ട് നാണിച്ച് നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ടാൻജറോയ്ക്ക് ട്രെയിനിങ് മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ടാൻജറോ ഡ്രസ്സ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ കൈയും കാലും ഒക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് നിവർത്ത്, എന്നാൽ മാത്രമേ നിങ്ങളുടെ ബോഡി നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി അടുത്തത് ബോഡി സ്ട്രെച്ചിങ്ങിന്റെ ട്രെയിനിങ് ആണ് മിക്സൂരി അവിടെ വന്ന് പറയുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ടാൻജറോയും അതുപോലെ തന്നെ വേറെ ഡീമൺ സ്ലേയർ നമ്മൾ ബോഡി സ്ട്രെച്ചിങ്ങിന്റെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനൊന്നും അല്ല പിള്ളേരെ, ഞാൻ ശരിക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞ അവിടെ ഇരുന്ന ഡീമൺ സ്ലേയറിന്റെ കാലങ്ങ് പിടിച്ചങ്ങ് പിടിച്ചു കളയുകയാണ്. മിക്സൂരി കാല് രണ്ട് സൈഡിലോട്ട് പോയത് കൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ടാൻജറോയ്ക്ക് വളരെയധികം പേടി വരികയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ മിക്സൂരി പറയുകയാണ്, ടാൻജറോ അടുത്തത് നീയാന്ന്. അങ്ങനെ നമ്മുടെ ടാൻജറോ അവിടെ വന്ന് ഇരിക്കുകയാണ്. നമ്മുടെ ടാൻജറോയ്ക്ക് നല്ല രീതിയിൽ പേടിയൊക്കെ ഉണ്ട്. ഡീമൺ സ്ലേയറിനെ ചെയ്തതുപോലെ തന്നെ അവന്റെ കാലും കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയാണ്. ഇതിന്റെ വേദന കാരണം നമ്മുടെ ടാൻജറോ അവിടെ കിടന്ന് വളരെ ഒച്ചത്തിൽ അലക്കുകയാണ്. ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ഒബനായുടെ ട്രെയിനിങ്ങിന്റെ അടുത്തോട്ടാണ് നമ്മുടെ ടാൻജറോ വന്നിരിക്കുന്നത്. ടാൻജറോ കമാഡോ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര നാളും വെയിറ്റ് ചെയ്തിരുന്നത്. ട്രെയിനിങ് ചെയ്തത് മിക്സൂരിയുടെ അടുത്തല്ലേ? അവൾ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് ഒബനായി പറയുകയാണ് ടാൻജറോയോട്. ഇപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ മിക്സൂരി ആണെങ്കിൽ നമ്മുടെ ഒബനായിക്ക് ഒരു കത്തെഴുതുകയാണ്. ടാൻജറോ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവന് വന്നുടനെ തന്നെ ഞാൻ പാൻ കേക്കും ഹണിയും കൊടുത്തു. അവൻ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നത്. അവന് കൊടുക്കുന്ന ട്രെയിനിങ് ഒക്കെ അവൻ വളരെയധികം സന്തോഷത്തോടാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല എനിക്ക് അവനെ നല്ല രീതിയിൽ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് പറയുകയാണ്. ഇതൊക്കെ വായിച്ചിട്ട് നമ്മുടെ ഒബനായി പറയുകയാണ്, ടാൻജറോ എൻ്റെ അടുത്തോട്ടൊന്ന് വന്നോട്ട്. അവൻ വന്ന ഉടനെ തന്നെ അവനെ ഞാൻ നെക്കി 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 പൊടിച്ച് കളയുമെന്ന് നമ്മുടെ ഒബനായി പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. നീ മിക്സൂരിയുടെ കൂടെ നല്ല രീതിയിൽ ഫണ്ണായിട്ടാണ് ട്രെയിനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കുള്ള ഫൺ ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ ടാൻജറോ പറയുകയാണ്, തുടക്കം തന്നെ ഇങ്ങനെ ആയല്ലോ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് നമ്മുടെ ടാൻജറോ പറയുകയാണ്. വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് നമ്മുടെ ഒബനായി നമ്മുടെ ടാൻജറോയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങോട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ ടാൻജറോ കാണുന്നത്. അവിടെ ട്രെയിനിങ്ങിന് വന്ന എല്ലാ ഡീമൺ സ്ലേയേഴ്സിന്റെ വായും അതുപോലെ തന്നെ കൈയൊക്കെ കെട്ടി ഒരു കമ്പിൽ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ടാൻജറോ ഒന്ന് ഞെട്ടിതിരിക്കുകയാണ്. ഇതെന്തോ ട്രെയിനിങ്ങാ? നിനക്ക് തന്ന ടാർഗറ്റിനെ മാത്രം നീ അറ്റാക്ക് ചെയ്യണം, അല്ലാതെ ഇവരെ ഒന്നും നീ അറ്റാക്ക് ചെയ്യാൻ പാടില്ലെന്ന് ഓപ്പനായി പറയുന്നു. ഇവരെ എന്തിനാണ് നിങ്ങളിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്? ട്രെയിനിങ് എന്ന് പറഞ്ഞ് ഇവന്മാർ ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാർക്ക് പോലും അറിയത്തില്ല ഇവന്മാർ എന്തുവാണ് കാണിക്കുന്നത്. എന്റെ സമയം ചുമ്മാ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ അവന്മാരെ കെട്ടിയിട്ടിരിക്കുന്നത്. അയ്യോ, ഞാനൊരു ഭ്രാന്തിന്റെ അടുത്താണല്ലോ പെട്ടേ എന്ന് പറഞ്ഞ് നമ്മുടെ ടാൻജറോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടാൻജറോയ്ക്ക് ട്രെയിനിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഒബനായി കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ അവരുടെ ദേഹത്തൊന്നും കൊള്ളാതെ ആ ടാർഗറ്റിന്റെ ദേഹത്ത് മാത്രം കൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒബനായി. ഇനി നിന്റെ അവസരമാണ്. അങ്ങനെ നമ്മുടെ ടാൻജറോ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആ ഡീമൺ സ്ലേയേഴ്സിന്റെ ഒക്കെ ദേഹത്ത് അറിയാതെങ്കിലും അത് കൊണ്ടാൽ വേദന കൊണ്ട് അവർ അലക്കാതിരിക്കാൻ വേണ്ടി അവർ വായൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെ ടാൻജറോയ്ക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, അറിയാതെ പോലും ഞങ്ങളുടെ ദേഹത്ത് കൊള്ളിക്കല്ലേ, ഞങ്ങൾക്ക് അത് നല്ല രീതിയിൽ തന്നെ വേദനിക്കുമെന്ന്. എന്നാൽ നമ്മുടെ ടാൻജറോയ്ക്ക് കൊടുത്ത ആ സംഭവം നമ്മുടെ ടാൻജറോ വളരെ വൃത്തിക്ക് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ നിന്റെ ഓപ്പോണന്റ് ആയിട്ട് നിൽക്കാൻ പോവുകയാണെന്ന് ഓബനായി പറയുന്നു. എങ്ങനെ തന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ടാൻജറോ ഓബനായി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അവരുടെ രണ്ടുപേരുടെ മേളിലും താഴെയായിട്ട് രണ്ട് ഡീമൺ സ്ലേയേഴ്സ് ഉണ്ട്. അവരുടെ ഒന്നും ദേഹത്ത് കൊള്ളാതെ എങ്ങനെ ഒബനായി അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടാൻജറോ. ഇതേ സമയത്തായിരുന്നു നമ്മുടെ ഒബനായുടെ വാള് വന്നിട്ട് നമ്മുടെ ടാൻജറോനെ അടിക്കുന്നത്. നാശം, ഞാൻ എങ്ങനെയാണ് ഇവനെ ആക്രമിക്കാൻ പോകുന്നത്? എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു കമ്പാണെങ്കിൽ പോലും ഈ ഡീമൺ സ്ലേയേഴ്സിന്റെ ദേഹത്ത് കൊണ്ടാൽ അവർക്ക് മുറിവൊക്കെ ഉണ്ടാവും. ഞാൻ കാരണം ഡീമൺ സ്ലേയേഴ്സിനൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടാൻജറോ. ഇതേ സമയത്തായിരുന്നു നമ്മുടെ ഒബനായിയുടെ വാളുണ്ടല്ലോ, അത് വളഞ്ഞും തിരിഞ്ഞുമൊക്കെ വന്നിട്ട് നമ്മുടെ ടാൻജറോനെ ആക്രമിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ ടാൻജറോയ്ക്ക് മനസ്സിലാവുകയാണ് ഒബനായിയുടെ മൂവ്മെന്റ്സ് ഒക്കെ വളരെ രീതിയിൽ ഫാസ്റ്റ് ആണെന്ന്. നമ്മുടെ ടാൻജറോ വിചാരിക്കുകയാണ്, എന്റെയും അവന്റെ കയ്യിലിരിക്കുന്നത് ഒരേ ടൈപ്പ് ഓഫ് വെപ്പൺ ആണ്. എന്നിട്ട് അവന്റെ വെപ്പൺ എന്തുകൊണ്ടാണ് ഒരു പാമ്പിനെ പോലെ വരുന്നത്? അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് അധികം അടി നമ്മുടെ ടാൻജറോ മേടിക്കുന്നുണ്ട്. എന്നാൽ പോലും നമ്മുടെ ടാൻജറോ വിചാരിക്കുന്നത്, ഞാൻ കാരണം ഡീമൺ സ്ലേയേഴ്സിനൊന്നും പറ്റാൻ പാടില്ല. നമ്മുടെ ടാൻജറോയ്ക്ക് മനസ്സിലാവുകയാണ്, ഞാൻ ഇവനെ പോലെ തന്നെ നല്ല രീതിയിൽ സോഡ് യൂസ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇവനെ തോൽപ്പിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് സോഡ് പുറയിലോട്ട് വീശുന്ന സമയത്ത് ഒരു ഡീമൺ സ്ലേയറിന്റെ ദേഹത്ത് കൊള്ളും. അങ്ങനെ ആ ദിവസത്തെ ട്രെയിനിങ് അവിടെ വെച്ച് അവസാനിക്കുന്നു. ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അവരെല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയത്തും നമ്മുടെ ടാൻജറോ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നല്ല ഹാസറുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ടും നീ എന്തിനാണ് സ്വയമായിട്ട് ട്രെയിനിങ് ചെയ്യുന്നതെന്ന് അവിടെയുള്ള ഒരു ഡീമൺ സ്ലേയർ ചോദിക്കുന്നു. ട്രെയിനിങ്ങിന്റെ സമയത്ത് നിങ്ങളുടെ ഒന്നും ദേഹത്ത് ഞാൻ കാരണം മുറിവ് വരാതിരിക്കാൻ വേണ്ടിയാണ്
ഞാൻ ട്രെയിനിങ് ചെയ്യുന്നതെന്ന് നമ്മുടെ താൻഡ്രോ പറയുന്നു. ഇതൊക്കെ കേട്ട് ആ ഡീമൺ സ്ലേയേഴ്സ് പറയുന്നു ഞങ്ങളും നിങ്ങളുടെ കൂടെ ട്രെയിനിങ് ചെയ്യാമെന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ട്രെയിനിങ് ചെയ്യുകയാണ്. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ കുളിക്കാൻ വേണ്ടി വരികയാണ്. അവരുടെ ശരീരമൊക്കെ ഒരുപാടധികം മുറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ദേഹത്ത് വെള്ളം വീരാൻ നേരത്ത് അവർക്ക് ഒരുപാടധികം വേദന സഹിക്കാൻ പറ്റാതെ അവിടെ കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മുടെ താൻഡ്രോ വീണ്ടും ട്രെയിനിങ്ങിന് വേണ്ടി പോവുകയാണ്. ട്രെയിനിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ താൻഡ്രോയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ അടുത്ത ദിവസവും നമ്മുടെ താൻഡ്രോ എപ്പോഴും പോകുന്നത് പോലെ ട്രെയിനിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ താൻഡ്രോ ഒരുപാടധികം അടികൾ ഓപ്പനായിട്ട് നിന്ന് മേടിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം എത്തുന്നു. ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് ഇവനെ തോൽപ്പിച്ചേ പറ്റൂ. ഇവനെ എനിക്കൊരു ശത്രുവിനെ പോലെ തന്നെ കാണണം. ഇവർ എൻ്റെ അടുത്തുള്ള കാര്യം പോലും ഞാൻ ആലോചിക്കാൻ പാടില്ല എന്ന് നമ്മുടെ താൻഡ്രോ മനസ്സിലാക്കി. നമ്മുടെ താൻഡ്രോ ആണെങ്കിൽ ഇമാജിൻ ചെയ്ത് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത് ഒരു കാട്ടിലെ പോലെ ഇമാജിൻ ചെയ്യുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഒബനായി നമ്മുടെ താൻഡ്രോനെ അടിക്കാൻ വേണ്ടി ചീറി പാഞ്ഞു പോവുകയാണ്. നമ്മുടെ ഒബനായി ഒരുപാട് തവണ നമ്മുടെ താൻഡ്രോനെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ താൻഡ്രോ തടയുന്നുമുണ്ട്. ഇതേ സമയത്തായിരുന്നു നമ്മുടെ ഒബനായി വന്നിട്ട് നമ്മുടെ താൻഡ്രോനെ ആക്രമിക്കാൻ വരുന്നത്. എന്നാൽ നമ്മുടെ താൻഡ്രോ അവിടെ നിന്ന് ചാടി മാറുന്നു. സമയത്ത് തന്നെ നമ്മുടെ താൻഡ്രോ ആണെങ്കിൽ ഒബനായിനെ തിരിച്ചാക്രമിക്കുന്നു. നമ്മുടെ ഒബനായി അവിടെ നിന്ന് മാറുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒബനായി ഇട്ടിരുന്ന ആ ഡ്രസ്സ് ചെറുതായിട്ട് മുറിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒബനായിയുടെ അടുത്തത് ട്രെയിനിങ് നിർത്തുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ താൻഡ്രോ ആണെങ്കിൽ ഇപ്പോൾ ഒബനായി ചെറുതായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒബനായിയുടെ അടുത്ത് ട്രെയിനിങ് അവസാനിപ്പിച്ചിട്ട് നമ്മുടെ താൻഡ്രോ അടുത്തൊരു ഹാച്ചർ അടുത്തോട്ട് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. ഒരുപാടധികം നന്ദിയുണ്ട് എന്നെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചതെന്ന് നമ്മുടെ താൻഡ്രോ പറയുന്നു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നീ മിത്സൂരിയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ട നിന്നെ ഞാൻ അവിടെ വെച്ച് തന്നെ കൊന്നുകളയുമെന്ന് നമ്മുടെ താൻഡ്രോയോട് ഒബനായി പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻഡ്രോ. നമ്മുടെ താൻഡ്രോ അടുത്ത ട്രെയിനിങ്ങിന് വേണ്ടി സെനമിയുടെ അടുത്തോട്ട് പൊക്കുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ താൻഡ്രോ അതെവിടെയാണെന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ കാക്ക പറയുന്നു, എടാ മണ്ട അത് ആ സൈഡിലല്ലേ, നീ എന്തിനാണ് ഈ സൈഡിൽ കൂടെ വരുന്നതെന്ന് ചോദിക്കുന്നു. ഇതേ സമയത്തായിരുന്നു നമ്മുടെ താൻഡ്രോ അടുത്തോട്ട് നമ്മുടെ ജെനിച്ചു ചാടി വരുന്നത്. ജെനിച്ചുവിനെ പെട്ടെന്ന് കണ്ട നമ്മുടെ താൻഡ്രോ അവിടെ കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ്. താൻഡ്രോ അലക്കുന്നത് കേട്ടുകൊണ്ട് നമ്മുടെ ജെനിച്ചുവും ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജെനിച്ചു പറയുന്നു, എടാ താൻഡ്രോ എന്നെ ഒന്ന് ഇവിടുന്ന് രക്ഷിക്കടാ, എനിക്ക് നീ ഇവിടെ നിൽക്കാൻ വയ്യാടാ, ആ മോൺസ്റ്റർ വരുന്നതിന് മുമ്പ് എന്നെ അവിടെ നിന്ന് രക്ഷിക്കടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജെനിച്ചു. എന്നാൽ ഇതേ സമയം തന്നെയായിരുന്നു ഒരു കൈ വരുന്നത്. നമ്മുടെ ജെനിച്ചു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കാണുന്നത് നമ്മുടെ സെനമീനെയാണ്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ട്രെയിനിങ്ങിൽ നിന്ന് നീ ഓടി വരും. അയ്യോ എടാ താൻഡ്രോ എന്നെ ഒന്ന് ഇവിടുന്ന് രക്ഷിക്കടാ, ഈ മോൺസ്റ്ററിനെ എടുത്തു എന്നെ ഒന്ന് രക്ഷിക്കടാ എന്ന് പറഞ്ഞ് കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ് ജെനിച്ചു. ഇതൊക്കെ കണ്ട് നമ്മുടെ സെനമിയാണെങ്കിൽ അവനെ ബോധം കെടുത്തി തറയിലിടുകയാണ്. ബോധം പോയെ ജെനിച്ചുവിനെ പൊക്കിക്കൊണ്ട് സെനമയുടെ പുറകെ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ താൻഡ്രോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ കൂടെ ട്രെയിനിങ് ചെയ്യാനാണെന്ന് നമ്മുടെ താൻഡ്രോ പറയുന്നു. ഇതൊക്കെ കേട്ട് സെനമി പറയുകയാണ്, ഓ അങ്ങനെയാണ്. പിന്നെ നീ വേറൊരു കാര്യം മനസ്സിലാക്കണം, നീ എപ്പോഴും ഒരു ഡീമൺ സ്ലെയർ ക്രോപ്പിലെ ഒരു അംഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് നമ്മുടെ സെനമി താൻഡ്രോയോട് പറയുകയാണ്. ഞാനും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ എൻ്റെ അനിയത്തെ നോവിച്ച കാര്യം ഞാൻ മറന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് നമ്മുടെ താൻഡ്രോ. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നമ്മുടെ സെനമിക്ക് വളരെയധികം ദേഷ്യം വരികയാണ്. കാണിക്കുന്നത് സെനമി അവരെയൊക്കെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയുള്ള എല്ലാ ഡീമൺ സ്ലേയേഴ്സിനെ അടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനമി. നേരത്തെ എന്നോട് സെനിച്ചു പറഞ്ഞ കാര്യം ശരിയായിരുന്നു, അത് ഞാൻ അന്നേരം കാര്യമായിട്ട് എടുത്തില്ല. കുറെ ഡീമൺ സ്ലേയേഴ്സ് ഒക്കെ നമ്മുടെ സെനമീനെ തടുക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ പോലും അവരെയൊക്കെ അടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനമി. ഇതൊക്കെ കണ്ട് നമ്മുടെ താൻഡ്രോ ചിന്തിക്കുകയാണ്, ഇതിലും ഭേദം മൂപ്പനായിട്ട് ട്രെയിനിങ് ആയിരുന്നു, അവനായിരുന്നെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനെങ്കിലും സമയം തന്നേനെ. സമയം തന്നെ ബോധം വന്ന സെനിച്ചു താൻഡ്രോയോട് പറയുകയാണ്, നീ എന്തിനാണ് എന്നെ അവിടുത്തെ ഇത് പൊക്കിക്കൊണ്ട് വന്നത്? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേടാ, നീ വരുന്നതിന് മുമ്പ് ഇയാൾ എന്നെ എന്തൊക്കെയാ ചെയ്തെന്ന് നിനക്ക് അറിയാവോടാ, ഇതൊരു മോൺസ്റ്റർ ആണെന്ന് പറയുകയാണ് നമ്മുടെ സെനിച്ചു. അങ്ങനെ നമ്മുടെ സെനിമിയും അതുപോലെ നമ്മുടെ താൻഡ്രോയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ഒരു അടി മാത്രം കിട്ടിയാൽ മതി എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അത് മാത്രമല്ല ഇവന്റെ അടി മേടിക്കാൻ ഒരുപാടധികം ചാൻസസ് ഉണ്ട്. അഥവാ എനിക്ക് കിട്ടിയെങ്കിൽ അത് റിക്കവർ ആവാൻ ഒരുപാടധികം സമയമെടുക്കും, അതുകൊണ്ടിട്ട് ഇവൻ തരത്തുമില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ സെനമി അവന്റെ മോന്തൊക്കെ ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ താൻഡ്രോയുടെ മുഖത്തോട്ട് നോക്കുന്ന സമയത്ത് ഒരുപാടധികം മുറിവ് കൊണ്ട് നമ്മുടെ താൻഡ്രോടെ നിൽക്കുകയാണ്. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അതുവഴി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻഡ്രോ. സമയത്തായിരുന്നു ഗന്നിയുടെ സൗണ്ട് നമ്മുടെ താൻഡ്രോ കേൾക്കുന്നത്. അവിടെ ചെന്ന് നോക്കുന്ന താൻഡ്രോ കേൾക്കുന്നത്, ചേട്ടാ ഇന്ന് നമ്മുടെ സെനമീനെ ഗന്നിയെ വിളിക്കുന്നു, നീ ഒരു കാര്യം കേൾക്ക്, നിന്നെ പോലെ ഒരു അനിയൻ എനിക്കില്ല, നീ ഇനി ഇങ്ങനെ എന്റെ പുറകെ നടന്ന നിന്നെ ഉറപ്പായിട്ട് ഞാൻ കൊന്നുകളയാതിക്ക് ഇവിടുന്ന് പൊക്കോ. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ താൻഡ്രോ ചിന്തിക്കുകയാണ്, എനിക്ക് തോന്നുന്നില്ല ഇതൊരു ബ്രദേഴ്സിന്റെ ഒരു നല്ല ഫൈറ്റ് ആണെന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻഡ്രോ പണ്ട് അവന്റെ അനിയനുമായിട്ട് ഫൈറ്റ് ചെയ്ത കാര്യം ആലോചിക്കുന്നു. നീ ഒരു കാര്യം കേട്ടോ, നിന്നെ
പോലൊന്നുമല്ല ഞാൻ. നമ്മൾ തമ്മിൽ ഒരുപാടധികം വ്യത്യാസമുണ്ട്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിനക്ക് അറിയാമല്ലോ. നിനക്കൊരു ഡീമൺ സ്ലെയർ ആവാനുള്ള യാതൊരു യോഗ്യത പോലുമില്ല. നിനക്കൊരു ബ്രീത്തിങ് ടെക്നിക്ക് പോലും യൂസ് ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് നിനക്ക് ഒരിക്കലും ഒരു ഡീമൺ സ്ലെയർ ആവാൻ സാധിക്കത്തില്ല. നീ മര്യാദയ്ക്ക് ഈ ഡീമൺ സ്ലെയർ ക്രോപ്പ് വിട്ട് പൊക്കോളാൻ സെനമി അവനോട് പറഞ്ഞിട്ട് പോവുകയാണ്. ചേർന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയാണ് വരുന്നത്. കഴിഞ്ഞ ഫൈറ്റിൽ ഞാനൊരു ഡീമനെ കഴിച്ചായിരുന്നു. ഇതൊക്കെ കേട്ട് സെനമി അവനെ തന്നെ നോക്കുന്നു. നീ എന്താണ് പറഞ്ഞത്? നീ ഒരു ഡീമനെ കഴിച്ചെന്നോ? അവിടെ എന്തോ സംഭവിക്കാൻ പോവാറുണ്ട് നമ്മുടെ താൻജറോയ്ക്ക് മനസ്സിലാകുന്നു. പെട്ടെന്ന് തന്നെ അവിടുന്ന് സെനമി മാഞ്ഞു പോകുന്നു. എങ്ങനെയാ അവിടെ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞു? താൻജറോ അവിടെ നിന്ന് ഓടി വരുന്നു. സ്വന്തം അനിയനാണെന്ന് പോലും നോക്കാതെ അവന്റെ രണ്ട് കണ്ണും കുത്തി പൊട്ടിക്കാൻ വേണ്ടി സെനമി അങ്ങോട്ട് വരുന്നു. പക്ഷെ നമ്മുടെ താൻജറോ ആണെങ്കിൽ അവനെ ജസ്റ്റ് മിസ് അവിടുന്ന് രക്ഷപ്പെടുത്തുന്നു. അയ്യോ, ഇനി എത്ര കാലം കൊണ്ട് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ സഹിക്കണം എന്ന് പറഞ്ഞ് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സു. എന്നാൽ ഇതേ സമയമായിരുന്നു അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നത്. അയ്യോ അമ്മച്ചേ, അതുകൊണ്ട് ആ മോൺസ്റ്റർ വരുന്നു, നമുക്ക് ചത്തതുപോലെ കിടക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഡീമൺ സ്ലെയർസും സെനിറ്റ്സും അവിടെ ചത്തതുപോലെ കിടക്കുന്നു. സെനിറ്റ്സു എന്താണെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് അത് സെനമി അല്ലായിരുന്നു. ആ വീടിന്റെ ഡോറൊക്കെ പൊളിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ താൻജറോനെയായിരുന്നു സെനിറ്റ്സു കാണുന്നത്. അയ്യോ, അവൻ ആ വീട് പൊളിച്ചോ, അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് നമ്മുടെ സെനിറ്റ്സു പറയുന്നു. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലെന്ന് സെനമിയോട് താൻജറോ പറയുന്നു. നമ്മുടെ സെനമിയാണെങ്കിൽ വളരെയധികം ദേഷ്യത്തോടെ താൻജറോ എടുത്തോണ്ട് വരുന്നു. ഇതൊക്കെ കണ്ട് സെനിറ്റ്സു പറയുകയാണ്, അയ്യോ ഈ താൻജറോ അവസാനം ഇവിടെ ആയിരിക്കും, ഇവിടെ ഒരു കുഴിയും കുത്തി ഇവനെ കുഴിച്ചിടേണ്ടി വരും, അയ്യോ താൻജറോയ്ക്കൊന്നും പറ്റല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സു. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനിയനാന്ന് പോലും നോക്കാതെ നിങ്ങൾ ഇവനെ കൊല്ലാൻ ശ്രമിക്കും. ഞാൻ അവനെ കൊല്ലാൻ വേണ്ടിയല്ല ശ്രമിച്ചത്, ഞാൻ അത് റൂൾസിനെതിരെയാണ്. ഞാൻ അവനെ ഒരിക്കലും തിരിച്ച് റിക്കവർ ആവാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ അവൻ ഡീമൺ സ്ലെയർ ക്രോപ്പിൽ നിന്ന് വിട്ടുപോകുമല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനമി. ന്യായം നിർബന്ധിച്ച് ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള യാതൊരു അധികാരവും നിങ്ങൾക്കില്ല. അതുമാത്രമല്ല, അവൻ ഇഷ്ടമുള്ള കാര്യം അവൻ ചെയ്യും. അതുമാത്രമല്ല, കഴിഞ്ഞ ഫൈറ്റിൽ അവനുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ അപ്പർ മോൺ ഡീമൺസിനെയൊക്കെ ഇല്ലാതാക്കാൻ സാധിച്ചത്. അവനില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് സാധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗനിയായ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. അവനെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് നമ്മുടെ താൻജറോയുടെ വയറ്റത്തിട്ട് ഒരെണ്ണം കൊടുക്കുകയാണ്. എന്നിട്ട് താൻജറോനെ ആകാശത്ത് പൊക്കി പിടിച്ച് നിൽക്കുകയാണ്. അതിനു മുമ്പ് തന്നെ നമ്മുടെ താൻജറോ ആണെങ്കിൽ സെനമിയുടെ കൈ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ സെനമിയുടെ കഴുത്തിട്ട് ഒന്ന് കൊടുക്കുകയാണ്. അയ്യോ, നമ്മുടെ എല്ലാവരുടെയും കഥ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഗനിയനെ വിളിച്ചിട്ട് നീ ഇവിടെ നിന്ന് പോ. എന്തിനാണ് നീ ഇതിനകത്ത് എന്റെ പേര് വലിച്ചിട്ടത്? എന്തോ കാര്യത്തിനാണ് എനിക്ക് അടി കിട്ടി ചാവാ വയ്യാടാ. പറയുമ്പോ നീ എന്റെ ഒരു അളിയനാണ്. നമ്മുടെ സെനമി താൻജറോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ നമ്മുടെ താൻജറോ അതിൽ നിന്ന് ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെടുന്നു. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ ദേഹത്ത് കൈവെക്കും, നിന്നെ ഇവിടുന്ന് കൊല്ലാതെ ഞാൻ വിടത്തില്ലടാ എന്ന് പറയുകയാണ് നമ്മുടെ സെനമി. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ സെനിറ്റ്സു ആണെങ്കിൽ ഗനിയനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് നിന്റെ ചേട്ടൻ തന്നെയാണോ അതോ മോൺസ്റ്റർ വല്ലതുമാണോ? ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഗനിയാണെങ്കിൽ സെനിറ്റ്സുവിന്റെ മോന്ത കിട്ടോറാൻ കൊടുക്കുകയാണ്. നീ ആരെയാടാ മോൺസ്റ്റർ എന്ന് വിളിച്ചത്? താൻജറോനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സെനമിനെ പിടിച്ചു വെക്കാൻ വേണ്ടി ഡീമൺ സ്ലെയേഴ്സ് ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ പരിപാടിയാടാ കാണിച്ചേ? നീ സെനമിയുടെ ട്രെയിനിങ്ങിൽ നിന്ന് നീ തോറ്റിരിക്കുന്നു. നിനക്ക് നീ അവന്റെ അടുത്ത് പോലും പോകാൻ സാധിക്കത്തില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എനിക്ക് സെനമീനെയും അതുപോലെ ഗനിയനെയും ഒന്നാക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. നീ പറയടാ, ഞാൻ ചെയ്തത് തെറ്റാണോ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അടുത്ത ഹാസറിന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തുവാണേലും നീ അവന്റെ മോന്തക്കിട്ട് ഒരെണ്ണം കൊടുത്തല്ലോ, അതെന്തായാലും നന്നായി. നാശം രാവിലെ തൊട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റോൺ ഹാസറയുടെ വീടെന്താ എത്താത്തെ? വെള്ളച്ചാട്ടം കാണുന്നു. അങ്ങോട്ട് നോക്കുന്ന സമയത്താണ് അവർ കാണുന്നത് നമ്മുടെ ഇനോസ്കിയും അതുപോലെ തന്നെ കുറച്ച് ഡീമൺ സ്ലെയേഴ്സും അവിടെ നിൽക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സെനിറ്റ്സും അതുപോലെ തന്നെ താൻജറോയും ചിന്തിക്കുകയാണ്, ഇവിടെ എന്തുവാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുറകിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം എന്നൊരാൾ പറയുന്നു. തിരിഞ്ഞു നോക്കുന്ന അവർ കാണുന്നത് രണ്ട് തടിയും അതുപോലെ തന്നെ രണ്ട് വലിയ കല്ലും ചുമന്നുകൊണ്ട് നിൽക്കുന്ന സ്റ്റോൺ ഹാസറേനെയാണ്. അവിടെ വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4ന്റെ 5ാമത്തെ എപ്പിസോഡ് തീരുന്നത്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. സോ നിങ്ങൾ മാക്സിമം നിങ്ങളെ ആനിമീസ് ഒക്കെ കാണുന്ന ഫ്രണ്ട്സിലേക്ക് എന്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നവരേക്കും ടാറ്റ ബൈ.